നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം വളരെ വലിയ രാജ്യമാണ്. 140 ആളുകളുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പല രൂപത്തിൽ ആളുകൾ നുഴഞ്ഞു കയറാറുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ വഴി ബംഗ്ലാദേശുകാർക്ക് നന്നായി നുഴഞ്ഞു കയറാൻ പറ്റും. ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ആ സമയത്താണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം നെട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത്, വട്ടിയൂർക്കാവിനടുത്തുള്ള നെട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 3 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു. അവർ വേജ് ID കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ തുടരുന്നത്. ബംഗ്ലാദേശികൾ വന്നതിനല്ല പ്രശ്നം, പക്ഷേ വേജ് ID എന്ന് പറയുമ്പോൾ അത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പോൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ലേബർ തൊഴിൽ, ചെറിയ തൊഴിൽ മുതൽ പിന്നെ തട്ടുകട, പിന്നെ ഹോട്ടലുകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ ബംഗ്ലാദേശികളും ബംഗാളികളാണ് കൂടുതൽ. ബംഗാളികളും ബംഗ്ലാദേശികളും ആസാമികളും ധാരാളമായി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റി കുടുംബമായി തന്നെ ഇവിടെ വന്ന് താമസിക്കുന്ന എത്രയോ പേരുണ്ട്. ബംഗാളികളൊക്കെ എത്രയോ എനിക്കറിയാമെന്നുള്ള എത്രയോ ആളുകളുണ്ട്. വളരെ മനോഹരമായി വർഷങ്ങളായി ഇവിടെ വന്ന് ഭംഗിയായി താമസിച്ച് പോകുന്നവർ. കേരളം എന്ന് പറയുന്നത് പലപ്പോഴും നല്ല ശമ്പളം കിട്ടുന്ന സ്ഥലമാണ്, നല്ല കൂലി കിട്ടുന്ന സ്ഥലമാണ്. അവിടെ 200 രൂപ കിട്ടുമ്പോൾ ഇവിടെ 1000 രൂപ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വലിയ ജീവിത ചിലവുള്ള സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് ജോലി ചെയ്താൽ ചെറിയ ചിലവിൽ താമസിക്കാം. പിന്നെ ഓവർ ടൈമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാം. ആ രീതിയിലൊക്കെ പോകും. പക്ഷേ ഇതിപ്പോൾ വന്നിരിക്കുന്ന അങ്ങനെയല്ല. ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നു, അതിൻ്റെ കേസ് വരുന്നു. കണ്ണൂരിൽ ഒരു ആശാരിയുടെ രൂപത്തിൽ, കാർപ്പൻ്റർ രൂപത്തിൽ ഒരു തീവ്രവാദി താമസിച്ചു. അപ്പോൾ കേരളം പലപ്പോഴും തീവ്രവാദികളുടെ നാടായി വരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ചില മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വളരെ സുഖമായ ഒരു ഷെൽട്ടർ കിട്ടുന്ന രീതിയിൽ അവർക്ക് ചിന്തയുണ്ട്. ഇവിടെ കിട്ടുന്നോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കേരളത്തിൽ പോയാൽ അങ്ങനെ നമുക്ക് സുരക്ഷിതമായി നിൽക്കാം എന്നൊരു ചിന്ത പല സ്ഥലത്തും ആളുകൾക്കുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ അത്ര എളുപ്പമല്ല. പോലീസിൻ്റെ ശ്രദ്ധയിലൊക്കെ പെട്ടാൽ പിടിക്കും. ഇപ്പോൾ ഈ വിഷയം തന്നെ വന്നപ്പോൾ തൊഴിൽ വകുപ്പും ലേബർ വകുപ്പാണ് ഇതിനകത്ത് നല്ലതായി നടപടിയെടുക്കേണ്ടത്. തൊഴിൽ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും, പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ, കോർപ്പറേഷനും, ഈ നെട്ടയം എന്ന് പറയുന്ന സ്ഥലം കോർപ്പറേഷനിൽ വരുന്നതാണ്. കോർപ്പറേഷനും ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഈ സംവിധാനം ഇതിനകത്തൊരു ഇടപെടേണ്ടതാണ്. അപ്പോൾ എക്സൈസ്, കാരണം ഇത് ലഹരി പദാർത്ഥങ്ങൾ പലരും വരുന്നത് ഇത്തരം വഴികളിലൂടെയൊക്കെയാണ്. അപ്പോൾ എക്സൈസ് ഇതിനകത്ത് പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വ്യത്യസ്തമായ ഏജൻസികൾ, ഇപ്പം നമുക്കറിയാം ആസാമിൽ നിന്നുള്ള ഒരാളാണ് നിഷാ കൊലക്കേസ്, പെരുമ്പാവൂർ നിഷാ കൊലക്കേസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി വിഷയങ്ങളുണ്ട് കേരളത്തിൽ. ഓമന്തച്ചാമി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അന്യ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ. എന്തായാലും ബംഗ്ലാദേശികൾ ഇവിടെ വന്ന് വേജ് ID കാർഡോടുകൂടി താമസിക്കുന്നു എന്ന് പറയുന്നത് മലയാളിയെ പേടിപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇവിടെ വരുന്നു, നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ വല്ലാതെ ഉപദ്രവിക്കുന്നു, മോഷണം നടക്കുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഈ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തായിരുന്നു പിന്നെ ഒരു ബെണ്ടി ചോർ എന്ന് പറയുന്ന ഒരാൾ വന്ന് പിന്നെ ആവശ്യത്തിന് ക്യാമറയും എല്ലാ സംവിധാനവും, പട്ടിയും ക്യാമറയും എല്ലാ സംവിധാനമുള്ള ഒരു NRIക്കാരുടെ വീട്ടിൽ കയറി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും മറ്റു തുകയും എല്ലാം എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുകയാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പല രൂപത്തിൽ വരുന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമല്ല. പക്ഷേ വേജ് IDയിലൊക്കെ വരുമ്പോൾ അവരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അവർ ബംഗാളികളാണോ, ബംഗ്ലാദേശികളാണോ, നുഴഞ്ഞുകയറ്റക്കാരാണോ, തീവ്രവാദികളാണോ, മതതീവ്രവാദികളാണോ, എല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല പിന്നെ കാരിയർമാരുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന, ഈ ഏജൻസികൾക്ക് കൊടുക്കുന്ന, പിന്നെ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന കാരിയർമാരുണ്ട്, ഓരോ വിശേഷങ്ങൾ കൊടുക്കുന്ന. അവരും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വിഷയമാണ്. വളരെ ഗൗരവതരമായൊരു വിഷയമായതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം, ഇപ്പോൾ CAA ഇതൊക്കെ വന്നപ്പോൾ, പൗരത്വ ബില്ലൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേര് വർത്തമാനം പറഞ്ഞു, അതിനെയൊക്കെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരിക്കും ഒരു രാജ്യത്ത് എത്ര പേരുണ്ട്, എത്ര പേർ താമസിക്കുന്നു, ഇവിടെ എത്ര പേർ ജനിച്ചു, അവർ ഏത് ജാതി മതത്തിലൊക്കെ പെട്ടവരാണെന്ന് ഒരു രജിസ്റ്റർ വേണ്ടേ? അപ്പോൾ പൗരത്വ രജിസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കി. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ഉണ്ടാവുകയും ഇവിടെ വരുന്നതിനനുസരിച്ച് പോർട്ടലിൽ അവർ പേര് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്കിതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു തകർച്ച. പലപ്പോഴും ബോംബ് സ്ഫോടനമോ അല്ലെങ്കിൽ മോഷണമോ കൊലപാതകമോ റേപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴാണ് നമ്മളതിൻ്റെ പുറകെ പോയി ബഹളം ഉണ്ടാക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി ഒരു രാജ്യത്തും പോയി ഇങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. ഇന്ത്യയിലല്ലാതെ വേറെ ഒരു രാജ്യത്തും പോയി, ബംഗ്ലാദേശിലും പറ്റത്തില്ല, മറ്റൊരു രാജ്യത്തും പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയിലാണ് ഇതെല്ലാം പറ്റുന്നത്. കേരളത്തിൽ ഇത് വലിയ തോതിൽ ഇപ്പോൾ നടക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും ഈ ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം വലിയ വാർത്തയായിട്ടുണ്ട്. അത് നമുക്ക് തടയപ്പെടണം. ഔപചാരികമായിട്ട് വരട്ടെ, പക്ഷേ അനൗപചാരികമായി കള്ള റിപ്പോർട്ടിൽ, വ്യാജ കാർഡിൽ, വ്യാജ IDകളിൽ വന്ന് ഇവിടെ എന്തെങ്കിലും കാണിച്ചിട്ട് പോയാൽ അവരെ പിടിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റത്തിൽ കേരളം ജാഗ്രതയിൽ.